ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു നീക്കം ഉണ്ടായിരിക്കുകയാണ്. അത് ഇറാന്റെ ഭാഗത്തു നിന്നാണ്. ഇന്ത്യക്ക് അനുകൂലമായി അവർ ഭീകരവാദികളുമായി, പ്രത്യേകിച്ച് അറിയാമല്ലോ, ഹൂതികളുമായാണ് ചർച്ച നടത്തിയിരിക്കുന്നത്. അങ്ങനെ നിമിഷപ്രിയയുടെ ഒരു മോചനം ഉടൻ ഉണ്ടാകുമോ? അങ്ങനെയുള്ളൊരു പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാരും നിമിഷപ്രിയയുടെ കുടുംബവും. ഈ നിമിഷപ്രിയ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ യമനിൽ നഴ്സായിട്ട് ജോലിക്ക് പോയി, പാലക്കാട് സ്വദേശിയാണ്. അവിടെ വെച്ചാണ് ഒരു ദാരുണമായ സംഭവത്തിൽ അകപ്പെടുകയും അവർ അവിടെ ഈ ഹൂതികളുടെ യമനിൽ കൃത്യമായിട്ടും യമൻ ഗവൺമെൻറ്റിൻ്റെ അല്ല, ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശത്ത് ബന്ദിയാക്കപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ മോചനത്തിന് വേണ്ടി നിമിഷപ്രിയയുടെ അമ്മ യമനിൽ തങ്ങുകയാണ്. യമനിലെ സർക്കാർ വഴി നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗിച്ച് നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല തുടക്കത്തിൽ. കാരണം ഈ ഹൂതികളുടെ നിയന്ത്രണത്തിലിരിക്കുന്ന പ്രദേശത്താണ് നിമിഷപ്രിയ ഇപ്പോൾ തടവിലാക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ആ പ്രദേശത്തിൻ്റെ സമ്പൂർണ്ണമായ നിയന്ത്രണവും ഹൂതികളുടെ കയ്യിലാണ്. അത് അറിയാമല്ലോ, യമൻ ഗവൺമെൻറ് അല്ല, അതൊരു ഭീകരവാദ സംഘടനയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഭാഗമാണ്. അപ്പോൾ അവിടെ അവരുമായിട്ട് നമുക്ക് നയതന്ത്ര ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല, അത് ഒരു രാജ്യങ്ങൾക്കുമില്ല. അവരുടെ നിയന്ത്രണം പക്ഷേ ഇറാനുണ്ട്. ഇറാനാണ് ഈ ഹമാസ്, ഹൂതികൾ, ഹിസ്ബുള്ള തുടങ്ങിയവർക്കെല്ലാം ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഗവൺമെൻറ് വഴി നമ്മൾ ഒരു നയതന്ത്ര നീക്കം ആരംഭിച്ചു. അത് നമ്മുടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കർ സാർ നേരിട്ടാണ് അതിന് ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹം വഴി, ഇറാൻ ഗവൺമെൻറ് വഴി അദ്ദേഹം അതിന് ശ്രമിച്ചപ്പോൾ അതിലൊരു നേരിയ പ്രതീക്ഷയുടെ ഒരു കൈവെട്ടം തെളിഞ്ഞു കാണുകയാണ്. ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത്, മസ്കറ്റിൽ വെച്ച് വിദേശകാര്യമന്ത്രി ജയശങ്കർ നമ്മുടെ ഈ ഹൂതി വിമത നേതാവ് അബ്ദുൽ സലാമുമായിട്ട് ഇറാൻ ഇടപെട്ട് ചർച്ച നടത്തി എന്നുള്ള ആ വിവരമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അത് ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗച്ചി, അദ്ദേഹമാണ് ഈ ഹൂതികളുമായിട്ട് ഇതിൽ നിന്നും ലഭിക്കുന്ന സന്ദേശം നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇന്ത്യ ഏത് വഴിയായാലും തിരഞ്ഞെടുക്കുമെന്ന രീതിയിൽ. തീർച്ചയായിട്ടും ഇസ്രയേൽ വലിയ രീതിയിൽ നോട്ടമിട്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഹൂതി. അവർ ഭീകര സംഘടനയാണ്. നിരന്തരം ഇസ്രയേലിനെ ആക്രമിക്കുകയും മറ്റ് സമീപത്തെ പല രാജ്യങ്ങൾക്കും തലവേദനയായി മാറുന്ന ഒരു ഭീകര സംഘടനയുമായി ഇന്ത്യ സ്വന്തം രാജ്യത്തെ ഒരു വനിതയെ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ചർച്ച നടത്തിയിരിക്കുന്നു അല്ലേ? അതെ. ഇപ്പോൾ ഇന്ത്യക്ക് നേരിട്ട് അവരുമായിട്ട് ചർച്ച നടത്തുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇറാൻ വഴി, ഇറാൻ്റെ ഈ വിദേശകാര്യ മന്ത്രി ആണ് നമുക്ക് വേണ്ടി, അബ്ബാസ് അർഗച്ചി, അദ്ദേഹമാണ് ഈ ഹൂതികളുമായിട്ട് സംസാരിച്ചിരിക്കുന്നത്. സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ഈ മസ്കറ്റിൽ വെച്ച് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനും വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഈ ഇറാൻ വലിയ പ്രതീക്ഷയിലാണ്. നമുക്കത് ഈ ബ്ലഡ് മണി എന്ന് പറയുന്ന ഇത് കൊടുത്ത്, മോചനദ്രവ്യം കൊടുത്ത്, പണം കൊടുത്ത് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്, നമ്മുടെ അഭ്യർത്ഥന മാനിച്ച്. ഞാൻ ആ കിട്ടിയ വിവരങ്ങൾ പങ്കുവെക്കാം. പിന്നെ ഈ കൂടുതൽ മേഖലയും ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് ഈ പ്രദേശത്ത്. അപ്പോൾ ഭാരതത്തിന് ചർച്ചകൾക്ക് ഇറാൻ്റെ സഹായം കൂടിയേ തീരൂ. കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബത്തിന് ചോരപ്പണം എന്നാണ് അവർ പറയുന്നത്, ബ്ലഡ് മണി, അത് കൊടുത്ത് മോചിപ്പിക്കാൻ നിമിഷപ്രിയയുടെ അമ്മ നിലവിൽ യമനിൽ തങ്ങുകയാണ്. അത് ഈ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്തല്ല, മറ്റൊരു സ്ഥലത്താണ് അവർ തങ്ങുന്നത്. അതായത് അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്, ഒരു ഈ പറയുന്ന പോലെ ലോകരാഷ്ട്രങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആ പ്രദേശത്താണ് അവർ തങ്ങുന്നത്. നിമിഷപ്രിയയുടെ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം നമ്മുടെ ഈ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ടിലൂടെയാണ് $40,000 ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് കൈമാറിയത്. ഈ വിവരം കേന്ദ്രമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ആണ് നമ്മുടെ പാർലമെൻറ്റിനെ അറിയിച്ചത്. പിന്നെ നിമിഷപ്രിയയുടെ കുടുംബവും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിൽ ചർച്ചകൾ തുടരുകയാണ്. അത് ഈ ഇറാൻ്റെ മധ്യസ്ഥതയിലാണ് ആ ചർച്ചകൾ തുടരുന്നത്. നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് പോകാനുള്ള എല്ലാ സൗകര്യവും കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അവരുടെ സുരക്ഷയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ചർച്ചയ്ക്കായിട്ട് പവർ ഓഫ് അറ്റോർണിയെയും നിയോഗിച്ചു. അങ്ങനെയും ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു അഭിഭാഷകൻ്റെ സഹായവും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞതാണ്. അദ്ദേഹം അത് മാധ്യമ പ്രവർത്തകരോടും പിന്നീട് അത് വിശദമാക്കി. അപ്പോൾ നിമിഷപ്രിയയുടെ
മോചനം വളരെ ഗൗരവത്തിലാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു പൗരൻ്റെയും എന്താ പറയുക, ജീവനും സ്വത്തും അപകടപ്പെടുന്ന യാതൊന്നും വിദേശ മണ്ണിൽ വെച്ച് അവരുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു കാര്യവും സംഭവിക്കാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. കേന്ദ്ര സർക്കാർ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ ഈ വിഷയം എടുത്ത് മുന്നോട്ട് പോകും എന്നാണ് ഇതിലൂടെ നൽകുന്ന സന്ദേശം. കുറച്ചുനാൾ മുൻപ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി ചർച്ച നടത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ നേതാക്കളുമായി ഇന്ത്യ ഔദ്യോഗികമായി ചർച്ച നടത്തിയപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. അതും നമ്മുടെ പാകിസ്ഥാനും ഈ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അന്ന് ചർച്ച നടത്തിയത്. അപ്പോൾ ഈ ഭീകരവാദ സംഘടനകളുമായി ഇന്ത്യ എന്തിനാണ് ചർച്ചയ്ക്ക് പോയത്, അങ്ങനെ ഒരു ശ്രമം നടത്തിയത് എന്താണ് എന്ന രീതിയിലുള്ള വലിയ വിമർശനം ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഇറാൻ്റെ ഒരു മധ്യസ്ഥത ഉണ്ട്, എന്നാലും ഈ ഹൂതികളുമായി ബന്ധപ്പെടുന്നത് വലിയ എതിർപ്പ് വരുത്തിവെക്കുമോ? എതിർപ്പൊന്നും കേന്ദ്ര സർക്കാർ കാര്യമാക്കില്ല. കാരണം നയതന്ത്ര തലത്തിൽ അങ്ങനെ ശത്രു, മിത്രം, ഭീകരനല്ലാത്തയാൾ അങ്ങനെയൊന്നുമില്ല. നയതന്ത്ര തലത്തിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, ഇതൊക്കെയാണ് വിഷയം. നമ്മുടെ വ്യാപാരം, നമ്മുടെ എന്താ പറയുക, വാണിജ്യം, ഇതിനൊക്കെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുപോലെ ലോകത്ത് എവിടെയെല്ലാം ഇന്ത്യക്കാർ പോയിരിക്കുന്നു, ജോലി ചെയ്യുന്നു, പഠിക്കുന്നു കുട്ടികൾ. ഇപ്പോൾ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ഉക്രൈനിൽ പോലും നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോയിരുന്നു, ജോലിക്ക് പോയ ആൾക്കാരുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളിൽ നമ്മുടെ പൗരന്മാർ വിദേശത്ത് ജോലിക്കും വിദ്യാഭ്യാസത്തിനുമൊക്കെയായി തങ്ങുന്നുണ്ട്. അവരുടെ എല്ലാം സുരക്ഷ നോക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ലേ? അവിടെ അയ്യോ ഭീകരവാദികളോട് ഞങ്ങൾ സംസാരിക്കില്ല, ഞങ്ങൾ അവരുടെ മുഖത്ത് നോക്കില്ല, ഇതെന്താ ഈ നഴ്സറി പിള്ളേരെ പോലെ ഇടപെടേണ്ട ഒരു കാര്യമാണോ? അതോ വളരെ ഗൗരവത്തിലെടുത്ത് നമ്മുടെ പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുകയാണോ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഇവിടെ ഈ ഭീകര സംഘടനയോട് സംസാരിക്കുക, താലിബാനോട് സംസാരിക്കുന്നതിന് അയിത്തം, അല്ലെങ്കിൽ ഹൂതികളോട് അയിത്തം, ഹമാസിനോട് അയിത്തം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് ഇപ്പോഴും നമുക്കറിയാമല്ലോ, ഈ വിദേശ രാജ്യങ്ങളിൽ നിരോധിച്ചിരിക്കുന്ന, ഇസ്രയേലും അമേരിക്കയും ഒക്കെ നിരോധിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ് ഹമാസ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അവരെ നിയന്ത്രിച്ചിട്ടില്ല. കാരണം അവരെ കൊണ്ട് നമുക്ക് ഉപദ്രവമൊന്നുമില്ല, അവരിവിടെ വരുന്നില്ല. നമുക്ക് എന്തെങ്കിലും ശല്യം ഉണ്ടാക്കുമ്പോൾ മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ഇത് അവർ പാക് ഒക്കുപൈഡ് കാശ്മീരിൽ ഇന്ത്യ നിരോധിച്ച ലഷ്കർ ഇ തോയ്ബ എന്ന ഭീകര സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. അത് വളരെ ജാഗ്രതയോടെയാണ് സർക്കാർ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസിനോട് അതിനനുസരിച്ചുള്ളൊരു സമീപനം നമ്മൾ സ്വീകരിക്കും. ഇവിടെ ഇപ്പോൾ ഹൂതികളും ഭാരതവുമായിട്ട് ഒരു പ്രശ്നവുമില്ല. അവർ അവിടെ യമനിൽ അവർക്ക് അവിടുത്തെ സർക്കാരിനോടും ഇസ്രായേലിനോടും അമേരിക്കയോടും ഒക്കെ അവരേറ്റുമുട്ടുന്നുണ്ട്. അത് പരിഹരിക്കാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒക്കെ അറിയാം. നമ്മൾ അതിനകത്ത് നിന്ന് തലയിടേണ്ട കാര്യമില്ല. നമുക്കെന്താണ് ആവശ്യം? നമ്മുടെ ഒരു പൗര അവിടെ ഒരു വിഷയത്തിൽ അകപ്പെട്ടു, ബന്ദിയാക്കപ്പെട്ട്, തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഒരു കോടതി, മതകോടതി അവർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അവരെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരണം. അതിനാണ് കേന്ദ്ര സർക്കാർ മുൻതൂക്കം നൽകുന്നത്. അല്ലാതെ അവിടെ ശരി തെറ്റുകളൊന്നും ചിന്തിച്ച് നിൽക്കാനുള്ള സമയമില്ല. അവരോട് സംസാരിക്കരുത്, ഇവരോട് മിണ്ടരുത്, അവർക്ക് അയിത്തം, ഇവരെ കണ്ടാൽ വഴിമാറി പോകണം, ഇങ്ങനെയുള്ള നയമൊന്നും കേന്ദ്ര സർക്കാരിന്, ഒരു സർക്കാരിനും ഇക്കാര്യത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ പിന്തുടരാൻ സാധിക്കില്ല. അവരുടെ പൗരന്മാരുടെ ജീവൻ്റെ വിലയാണ്, അല്ലെങ്കിൽ അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെയും അതുതന്നെയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് മറ്റൊരു തരത്തിലുള്ള ചിന്തയുമില്ല. എത്രയും പെട്ടെന്ന് നിമിഷ പ്രിയയെ മോചിപ്പിച്ച് നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് നോക്കൂ, ഇത്രയും കഷ്ടപ്പെട്ട് അവരുടെ അമ്മയെ ഇവിടുന്ന് യമനിലെത്തിച്ചു. അവരെ അവിടെ ഈ പറയുന്ന ബ്ലഡ് മണി $40,000 കൈമാറാനുള്ള വ്യവസ്ഥ ചെയ്തു. അതുപോലെ തന്നെ അവർക്കൊരു പവർ ഓഫ് അറ്റോർണിയെ കൊടുത്തു. ഒരു അഭിഭാഷകൻ വഴി വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുന്നു. അവരുടെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ കാര്യമാണോ? നമുക്ക് ഒരു നയതന്ത്രവും ഇല്ലാത്ത നാട്ടിലാണെന്ന് ഓർക്കണം. കേരളത്തിലെ ജനങ്ങൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു സംഭവമാണ്. നിമിഷപ്രിയ നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നും മാസങ്ങളായി തന്നെ ചർച്ച നടത്തുന്നുണ്ട്. അതിനെക്കൊണ്ട് അതിൽ ഇടപെടലുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരള സർക്കാരിൽ പല വീഴ്ചകളുണ്ടായി, അത് കൃത്യമായി ഇടപെട്ടില്ല എന്ന വിമർശനങ്ങൾ ഈ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതേപോലെ കേരളത്തിലെ ജനങ്ങളുടെ ആ കാത്തിരിപ്പ് ഇടക്കാലത്തെങ്കിലും നടപ്പിലാക്കാൻ കഴിയുമോ? എനിക്കത് അങ്ങനെയാണ് പ്രതീക്ഷ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഏതാണ്ട് 1 വർഷത്തിൽ കൂടുതലായി ഈ സംഭവം നടന്നിട്ട്. അവർക്ക് ഈ വധശിക്ഷ നടപ്പാക്കണമെങ്കിൽ ഇതിന് മുമ്പ് അത് നടപ്പാക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അവരത് ചെയ്തില്ല? അപ്പോൾ നമ്മളെ ഭയമുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് അവർക്ക് ശത്രുതയില്ല, നമ്മളോടൊരു മൃദു സമീപനമാണ്
ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് വരട്ടെ, സംസാരിക്കട്ടെ, നമുക്കത് രമ്യമായിട്ട് പരിഹരിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ഈ ഹൂതികൾക്കും അവിടെ ഒരു വ്യവസ്ഥയുണ്ടാകുമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു നിലപാടെടുത്തിരിക്കുന്നത്. അല്ലാതെ അവർക്ക് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കാരണം ഇത് ഒരു എന്താ പറയേണ്ട, വ്യവസ്ഥാപിതമായി മറ്റ് രാജ്യങ്ങളിൽ ഏതെങ്കിലും സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരല്ല, ഒരു ആയുധം ഉപയോഗിച്ചുള്ള അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്ത ഒരു വിഭാഗം ആൾക്കാരാണ് ഇപ്പോഴവിടെ ആ പ്രദേശത്തിൻ്റെ നിയന്ത്രണം കൈയാളുന്നത്. അവർക്ക് എന്തും ചെയ്യാം, ആരും ചോദിക്കാനില്ല. അവരെത്രയോ പേരെ ഒരു ദിവസം കൊല്ലുന്നു, എത്രയോ നിരപരാധികളെ അവർ കൊല്ലുന്നു. പക്ഷേ എന്തുകൊണ്ട് ഒരു ഇന്ത്യക്കാരിയോട് അവർ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു? മാസങ്ങളായി, ഏതാണ്ട് വർഷത്തിൽ കൂടുതലായി ഇതിങ്ങനെ നീണ്ടുപോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ, നമ്മുടെ സമ്മർദ്ദം, കേന്ദ്ര സർക്കാർ ചെലുത്തുന്ന സമ്മർദ്ദം, ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ വഴി ചെലുത്തുന്ന സമ്മർദ്ദമാണ് ഈ വിഷയത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവർ ഇതിനു മുമ്പ് തന്നെ ഈ വധശിക്ഷ നടപ്പാക്കിയേനെ. അവർക്കതിന് യാതൊരു മടിയുമുള്ള കൂട്ടരല്ല, യാതൊരു മനുഷ്യത്വവും അവർക്കില്ല. പക്ഷെ അവർക്ക് ഭയമുണ്ട്. ഒരു ഇന്ത്യൻ പൗരയാണ്, അതിൽ തൊട്ട് കളിക്കുന്നത് ആപത്താണെന്ന് അവർക്ക് അറിയാം. നമ്മുടെ കൈവശം എന്തൊക്കെയുണ്ട്, എന്തൊക്കെ സന്നാഹങ്ങളുണ്ട് എന്ന് ഊഹിക്കാനെങ്കിലും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പുതിയൊരു ശത്രുവിനെ കൂടെ സൃഷ്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്ക് നടത്തുന്നത്. എന്തായാലും ഡയലോഗ്സ്, സംസാരങ്ങൾ നടക്കുന്നു, ചർച്ചകൾ നടക്കുന്നു, അത് ശുഭപ്രതീക്ഷ നൽകുന്നു. ഇത്രയും കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി നേരിട്ടിടപെട്ടിരിക്കുകയാണ്, അവരുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും നിമിഷ പ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന് തന്നെ ഏതൊരു മലയാളിയെയും പോലെ ഞാനും കരുതുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് മോചനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.